ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ അവധി ദിവസമായത് കൊണ്ട് തന്നെ മൂന്നാറിൽ നിന്ന് മാട്ടുപ്പെട്ടി പോയി അവിടെ നിന്ന് കുണ്ടള ഡാം, ടോപ്പ് സ്റ്റേഷൻ, വട്ടവട എന്ന് പോകാനാണ് പ്ലാൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളിങ്ങനെ പോകുമ്പോൾ നല്ല മനോഹരമായ കാലാവസ്ഥയായിരുന്നു. വലിയ തിക്കും തിരക്കും ഒന്നുമില്ല. അവധി ദിവസമായതുകൊണ്ട് തന്നെ നമ്മുടെ മാട്ടുപ്പെട്ടിയിൽ വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല. പോയപ്പോൾ നല്ല മനോഹരമായ സ്ഥലങ്ങളൊക്കെയാണ് കാണാൻ പറ്റുന്നത്. നല്ല കാലാവസ്ഥയായിരുന്നു, തെളിഞ്ഞ അന്തരീക്ഷമാണ്. അപ്പോൾ നമ്മുടെ ഇത് മാട്ടുപ്പെട്ടി ടീ പ്ലാന്റേഷനാണ്. ഏറ്റവും നല്ല ടീ പ്ലാന്റേഷൻ മൂന്നാറിലെ മാട്ടുപ്പെട്ടി ടീ പ്ലാന്റേഷനാണ്. കാണാൻ നല്ല മനോഹരവും ടേസ്റ്റും, ഇവിടുത്തെ ചായക്ക് നല്ല ടേസ്റ്റുമാണ്. അങ്ങനെ ഞങ്ങൾ യാത്രകൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. നല്ലൊരു കാലാവസ്ഥയായതുകൊണ്ട് തന്നെ വീഡിയോ നന്നായിട്ട് എടുക്കാനൊക്കെ പറ്റി. അപ്പോൾ നമ്മളിങ്ങനെ ഇന്നത്തെ ഈ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ ഈ തേയിലത്തോട്ടത്തിൻ്റെ വീഡിയോ മാത്രമാണ്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ കുണ്ടള ഡാമിൽ പോയതിൻ്റെയും ടോപ്പ് സ്റ്റേഷനിൽ പോയതിൻ്റെയും പിന്നെ നമ്മുടെ പച്ചക്കറിത്തോട്ടം വട്ടവടയിലെ പച്ചക്കറി, സ്ട്രോബെറി, ബ്ലാക്ക്ബെറി എന്നിവയൊക്കെ നട്ടേക്കുന്ന തോട്ടങ്ങളിലും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്ന വഴിയാണ്. ഇതാണ് എല്ലപ്പെട്ടി എന്ന് പറഞ്ഞ സ്ഥലമാണ് ഈ കാണുന്നത്. എല്ലപ്പെട്ടി കേട്ടിട്ടുണ്ടാവുമായിരിക്കും അല്ലേ? നല്ലൊരു സ്ഥലമാണ്. നമുക്ക് പോയ നല്ല കാഴ്ചകളൊക്കെ ഇവിടെ ഒരുപാട് ഫോട്ടോസ് എടുക്കാൻ നല്ല സീനറീസ് ഒക്കെ ഉണ്ട്. മഞ്ഞൊക്കെ ഉള്ള സമയമാണെങ്കിൽ അതും നല്ല സൗന്ദര്യമാണ്. മഴ ഇപ്പോൾ എനിക്കൊക്കെ ഇവിടെ ആദ്യമായിട്ട് വരുന്ന ഒരു ഫീല് അല്ല, നേരത്തെയും വന്നിട്ടുണ്ട്. പക്ഷേ വീഡിയോ എടുക്കാനായിട്ട് ഞാൻ ഇവിടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് പോകുന്നത്. നല്ല രസമാണ് കാണാൻ. നിങ്ങൾ ഇവിടെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമാവില്ല. നല്ല കാഴ്ചകളൊക്കെ ഉണ്ട്. ഇത് നമുക്ക് ഈ ഒരു സമയം നല്ലൊരു ഇറങ്ങിയ സമയം നല്ലൊരു സമയമാണ്. അതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല. തിരക്കില്ലാത്ത സമയത്താണെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിലും വണ്ടി ഒന്ന് നിർത്തി ഒതുക്കിയിട്ടിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് വലിയ മനോഹരമായ കാഴ്ചകളൊക്കെ കിട്ടും. പിന്നെ ഈ റോഡ് സൈഡിലുണ്ടോ ഒരുപാട് പച്ചക്കറികളൊക്കെ, അതായത് നമ്മുടെ ക്യാരറ്റ്, പച്ച ക്യാരറ്റ്, അതെല്ലാം നമുക്കിവിടെ വാങ്ങുവാനൊക്കെ പറ്റും. അത് ഈ വട്ടവടയിൽ നിന്നൊക്കെ വരുന്ന പച്ചക്കറികളാണ് ഇവിടെ ഇവർ വഴിയോരത്തൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ യാത്ര ചെയ്യാൻ നല്ല രസമാണ്. നല്ല എന്തോ ഈ പച്ച മെത്ത വിരിച്ചിട്ടേക്കുന്ന പോലെയാണ് ഈ മാട്ടുപ്പെട്ടി ടീ പ്ലാന്റേഷൻ KDHPയുടെ നമ്മൾ കാണാൻ കഴിയുന്നത്. നല്ല ഇവിടുത്തെ KDHPയുടെ ടീ പ്ലാന്റേഷനിൽ തേയിലപ്പൊടി ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് നമുക്ക് കയറി കാണാൻ പറ്റും. അത് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു ചെറിയ മ്യൂസിയം ഉണ്ട് അവിടെ. ഇതുണ്ടോ, നമ്മൾ മുന്നോട്ട് പോകുന്നവരെ ഇനി ടോപ്പ് സ്റ്റേഷനിലാണ് നമ്മൾ ആദ്യം കാണാൻ പോകുന്നത്. അപ്പോൾ ടോപ്പ് സ്റ്റേഷനാണ് ഇതുപോലെ കാണുന്നത്. അപ്പോൾ അവിടെ നല്ല മഞ്ഞ് കോട ഇറങ്ങി കിടക്കുന്നത് നന്നായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേറൊരു കാര്യമാണ്, നമ്മൾ ടോപ്പ് സ്റ്റേഷനിൽ പോയിട്ട് അവിടെ മഞ്ഞാണെങ്കിൽ നമുക്കൊന്നും തന്നെ കാണാൻ കഴിയില്ല. കാരണം നമുക്ക് അവിടെ അവിടെ നിന്ന് ടോപ്പ് സ്റ്റേഷനിൽ നിന്ന് നോക്കുമ്പോൾ കൊളുക്കുമല വ്യൂ പോയിന്റ് ഒക്കെയാണ് കാണാൻ കഴിയുന്നത്. പക്ഷെ ആ മഞ്ഞാണെങ്കിൽ നമ്മൾ പോയിട്ട് കാണാനൊന്നും പറ്റില്ല. അപ്പം മഞ്ഞ് കോട ഇറങ്ങുന്ന സമയത്ത് ടോപ്പ് സ്റ്റേഷനിൽ കയറിയിട്ടേ കാര്യമുള്ളൂ. എനിക്ക് തോന്നുന്നു മിക്കവാറും അവിടെ പോകുമ്പോൾ നല്ല മഞ്ഞായിരിക്കാനാണ് സാധ്യത ഉണ്ടോ. ഇവിടെ തന്നെ അത്യാവശ്യം മഞ്ഞിറങ്ങി വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ മിക്കവാറും ടോപ്പ് സ്റ്റേഷൻ കയറാൻ നേരത്ത് അവിടെ മഞ്ഞ് കാരണം നമുക്ക് കൊളുക്കുമല കാരണം ഒന്നും കാണാൻ പറ്റില്ലെന്ന് തോന്നുന്നു. നമുക്ക് ഇവിടെ നേരെ ആദ്യം പോകേണ്ടത് വട്ടവടയിൽ ചെന്നിട്ട് വേണം. അല്ലെങ്കിൽ നമ്മൾ വട്ടവടയിൽ ചെന്നിട്ട് തിരിച്ചു വരുന്നതായിരിക്കും നല്ലത്. മഞ്ഞുണ്ടെങ്കിൽ നമ്മളിവിടെ ഇവിടെ ടോപ്പ് സ്റ്റേഷനിൽ ഇറങ്ങില്ല, തിരിച്ചു വരുമ്പോഴേ ഇറങ്ങുള്ളൂ. എനിക്ക് തോന്നുന്നു നല്ല മഞ്ഞാന്ന് തോന്നുന്നു. കണ്ടിട്ട് നല്ല മഞ്ഞ് തന്നെയാണ്. അപ്പോൾ മഞ്ഞ് ചെന്നിട്ട് അവിടെ കാണാൻ ഒന്നും തന്നെ ഉണ്ടാവില്ല, കാണാൻ ഒന്നും തന്നെ കഴിയത്തില്ല ടോപ്പ് സ്റ്റേഷനിൽ. അപ്പോൾ നമുക്കിവിടെ നേരെ കുണ്ടള ഡാമും ടോപ്പ് സ്റ്റേഷനും വട്ടവടയാണ് ഇന്ന് പോകാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ നേരെ നമുക്ക് കാഴ്ചകളൊക്കെ കാണുന്നത് നമ്മുടെ മൂന്നാർ ടീ പ്ലാന്റേഷനാണ്. ടീ പ്ലാന്റേഷൻ മാട്ടുപ്പെട്ടി KDHPയുടെ ടീ പ്ലാന്റേഷനാണ് ഈ കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. നല്ല രസമാണ്. വലിയ തിരക്കില്ലെങ്കിൽ നമുക്ക് കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് മൂന്നാർ. തിരക്ക് വന്നാൽ നമ്മൾ ബ്ലോക്കിൽ പെട്ടുപോകും. അതാണ് ഇപ്പോൾ തിരക്കില്ലാത്തൊരു ദിവസം നോക്കി ഇറങ്ങുന്നതാണ് എല്ലാവർക്കും. നമുക്ക് കാഴ്ചകളൊക്കെ കാണാൻ
നല്ലത്. തിരക്കില്ലാത്തൊരു ദിവസം ഇറങ്ങാണ്. അതിപ്പോൾ ക്രിസ്മസ് കഴിഞ്ഞൊരു ദിവസമാണ്. അപ്പോൾ എല്ലാവരും അവധിക്ക് എല്ലാവരും വന്ന് പോയിട്ടുണ്ട്. ക്രിസ്മസിന് മുമ്പൊക്കെ ഇച്ചിരി തിരക്കൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അത്യാവശ്യം തിരക്കുണ്ട്. ഇവിടെ ചെറിയ വഴിയായതുകൊണ്ടാണ് ബ്ലോക്ക് വരാൻ തന്നെ കാരണം. അപ്പം ഞങ്ങളിങ്ങനെ യാത്രകൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു. നമ്മളിപ്പോൾ ടോപ്പ് സ്റ്റേഷനിൽ എത്താറായി. അപ്പോൾ നമുക്ക് വഴിയോര കാഴ്ചകളിലേക്ക് പോകാം. അത്യാവശ്യം നല്ല മഞ്ഞ് കയറി കാണും. നമ്മൾ മുന്നിൽ പോണ അമ്മാൻ്റെ വണ്ടിയാണ്, നമ്മുടെ വണ്ടി തന്നെയാണ് മുന്നിൽ പോകുന്നത്. അപ്പം അതാണ്ട നല്ല മഞ്ഞാണ്. ബൈക്ക് റൈഡേഴ്സൊക്കെ ഉണ്ട്. അത്യാവശ്യം ഈ ഒരു വൈബിൽ ഇങ്ങനെ വണ്ടി ഓടിച്ചു പോകാൻ നല്ല രസമാണ്. പക്ഷെ നമുക്ക് മഞ്ഞിറങ്ങും തോറും നമുക്ക് കാഴ്ചകൾ കാണാനുള്ള സൗകര്യങ്ങൾ കുറയും. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നല്ല തണുപ്പൊക്കെയാണ് അവസാനം. അതുകൊണ്ട് നമുക്കിവിടെ വണ്ടിക്കകത്ത് ഇത്രയും നേരം AC ഇട്ടാണ് ഇവിടെ വന്നപ്പോഴത്തേക്കും വിൻഡോ എല്ലാം താത്തി പുറത്തേക്ക് തണുപ്പ് ഒക്കെയാണ് ഞങ്ങൾ പോണത്. ഇത് നമ്മുടെ വട്ടവടയിൽ നിന്ന് വരുന്ന വണ്ടിയാണ്, KSRTC കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് നല്ല അത്യാവശ്യം മുന്നോട്ട് കൊണ്ടുപോകും. ഇപ്പോൾ തിരക്ക് ആയി വരുന്നുണ്ട്. ഇവിടെ വഴിക്ക് വീതിയില്ല, അതാണ് ആ ഒരു പ്രശ്നമാണ്. അത് ലൈറ്റൊക്കെ ഇട്ടാണ് ഓരോ വണ്ടിയും വരുന്നത്. ആണ്ടോ ഇങ്ങോട്ടേക്ക് വരും തോറും തിരക്ക് കൂടി തന്നെ വരുവാണ്. എന്നാലും നമുക്ക് പുറത്തിറങ്ങിയുണ്ടോ ഒരു ലോങ് വ്യൂ നമുക്ക് കിട്ടില്ല ഈ മഞ്ഞിറങ്ങുമ്പോഴേ. അതാണ് നമുക്ക് മഞ്ഞിറങ്ങുന്ന സമയത്ത് വലിയ കാഴ്ചകൾ ഇങ്ങനെ വണ്ടിയിലിരുന്ന് ഇങ്ങനെ യാത്ര മുന്നോട്ട് പോകാമെന്ന് മാത്രമേ ഉള്ളൂ. ഇത് ടോപ്പ് സ്റ്റേഷൻ്റെ ഭാഗമായതുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ ഉച്ച 12 മണി സമയം കണ്ടാണ് ഇപ്പോൾ. ആ സമയത്ത് ഇവിടെ നല്ല മഞ്ഞാണ്. അപ്പോൾ നമ്മൾ നേരെ ഇവിടുന്ന് വട്ടവടയ്ക്കാണ് പോകുന്നുള്ളൂ. ഇപ്പോൾ ഇവിടെ ഇറങ്ങുന്നില്ല.
അപ്പോൾ നമ്മളിനി മുന്നോട്ട് പോവുകയാണ്. നമ്മളിതിപ്പം നിൽക്കുന്നത് ടോപ്പ് സ്റ്റേഷൻ്റെ അടുത്താണ് നിൽക്കുന്നത്. പക്ഷേ ഇവിടെ നല്ല തിരക്കാണ്. അപ്പോൾ മഞ്ഞായതുകൊണ്ട് നമുക്ക് ടോപ്പ് സ്റ്റേഷനിൽ കയറുമ്പോൾ ഒന്നും തന്നെ കാണാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് നേരെ വട്ടവടയ്ക്കാണ് പോണത്. അപ്പോൾ വട്ടവട ചെന്നിട്ട് വട്ടവടയിലെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ഞാൻ കാണിക്കാം. ഇവിടെ നേരെ ഞങ്ങൾ നിർത്തുന്നില്ല, നേരെ വട്ടവടയ്ക്ക് പോവുകയാണ്. അപ്പം വട്ടവടയിലെ സ്ട്രോബെറിയുടെയും ബ്ലാക്ക്ബെറിയുടെയും ഒക്കെ വീഡിയോ എടുത്തിട്ട് ഞങ്ങൾ കാണിക്കാം കേട്ടോ. അടുത്ത വീഡിയോ ഉടനെ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും കമൻറ്റ് രേഖപ്പെടുത്തി അറിയിക്കുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.